അവരെ കൂടി വിളിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ 6 എപ്പിസോഡായിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പല ദിവസങ്ങളായിട്ട് കണ്ടതുകൊണ്ട് ഇനി അടുത്ത 12 പേര് ആരാണെന്നുള്ളൊരു കോർഡിനേഷൻ എല്ലാവരെയും കൂടി ഒന്നിച്ച് കാണുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഇത്രയും പേരാണ് അടുത്ത സ്റ്റെപ്പ് കയറിയിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്രിലിംസ് കഴിഞ്ഞാൽ ദെൻ കംസ് ക്വാർട്ടേഴ്സ്. 12 ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ വലിയ പാടുപെട്ട് കണ്ടെത്തിയ ആൾക്കാരാണ്. കാര്യം അത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. നിങ്ങൾ കമ്പീറ്റ് ചെയ്തത് വളരെ ശക്തമായി മത്സരിക്കുന്ന ആൾക്കാരിൽ നിങ്ങൾക്ക് തോന്നി. അതെ, അത് സത്യമാണ്. എല്ലാവർക്കും തോന്നുന്നുണ്ടാവില്ലേ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേ അല്ലേ? വളരെ ടഫായിരുന്നു തോന്നുന്നു. എല്ലാവരും നല്ല മെച്ചമായിട്ട് ചെയ്ത ആൾക്കാരാണ്. എനിവേ ഹാപ്പിയാണ് എല്ലാവരും. നിങ്ങളുടെ മുഖത്തെല്ലാം ഈ സന്തോഷമുണ്ട്. ഈ സന്തോഷം ഈ റൗണ്ട് കഴിയുമ്പോഴും ഉണ്ടാകണം. കാര്യം എപ്പോഴും ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ കയറുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, ഇറങ്ങുമ്പോൾ ഒരു വലിയ വിഷമമാകും. അപ്പോൾ ആ ഒരു സന്തോഷം മുഖത്തൊന്നും പോകും. കുറച്ച് നല്ലൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് ആൻഡ് എലഗൻറ്റ്. നിങ്ങളങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ എടുക്കുന്നില്ല. എല്ലാവരും ഈ ഔട്ടായ ആൾക്കാരാണെങ്കിലും വളരെ നല്ല പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തിട്ട് പോയത്. അതുതന്നെ ഒരു വലിയൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ തന്നെ പാത പിന്തുടരണം. കാര്യം ഇനി അടുത്ത ഈ ഒരു എന്താ പറയുക, ക്വാർട്ടേഴ്സ് കഴിയുമ്പോൾ വീണ്ടും 8 പേരായിട്ട് ചുരുങ്ങുന്നു. ഇതിൽ നിന്ന് 4 പേര് പോകേണ്ടി വരും. ഓക്കെ, 8 പേർക്കേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വളരെ ഫെയർ ആയിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു മാറ്റമില്ല. അതിനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. നോ ഫേവറിറ്റിസം. പേഴ്സണലി ചിലപ്പോൾ അറിയുന്ന ആൾക്കാരായിരിക്കാം, നമുക്ക് ഇഷ്ടങ്ങളുള്ള ആൾക്കാരായിരിക്കും. അതിലൊന്നും കാര്യമില്ല. നിങ്ങളുടെ ഇവിടുത്തെ പെർഫോമൻസ് തന്നെയാണ് ക്രൈറ്റീരിയ, നത്തിങ് എൽസ്. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് കുറച്ച് സിമ്പിൾ ആയിരുന്നു. സെക്കൻഡ് റൗണ്ട് നമ്മളൊരു അമിട്ട് പൊട്ടിക്കണ്ടേ? വേണം, തീർച്ചയായിട്ടും. കാര്യം ഫസ്റ്റ് റൗണ്ട് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നാണ് ചെയ്തത്. കാര്യം നിങ്ങളുടെ തന്നെ സ്വന്തം കേരളം മൊത്തം നമ്മൾ കവർ ചെയ്തു. യെസ്. ഇനി സെക്കൻഡ് അടുത്ത എന്തായിരിക്കും കുറച്ച് പാടായിരിക്കും. പക്ഷെ അടുത്ത സ്റ്റെപ്പ് കയറുകയല്ലേ. അപ്പോൾ നിങ്ങളും ബിരിയാണി, ഇത് ബിരിയാണി ക്വീനാണ്, അതുകൊണ്ട് ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ബട്ട് സംതിങ് ഡിഫറെൻറ്റ്. കേരളം വിട്ടുപോയാലോ? ആകാം അല്ലേ? കേരളം വിട്ടിട്ടുള്ള ബിരിയാണീസ്, അതർ സ്റ്റേറ്റ്സ്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, എന്തായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് ചെയ്യുക എന്താ വേണ്ടതെന്നുള്ളത്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ, ദാറ്റ് ഈസ് ഫിറ ബസ്മതി റൈസ്. അത് വെച്ചിട്ടായിരിക്കണം ഈ ബിരിയാണീസ് തയ്യാറാക്കേണ്ടത്. നിങ്ങളുടെ റൈസ് ഈ ബസ്മതി റൈസ് ആയിരിക്കണം, ഫിറ ബസ്മതി. ഈ ബസ്മതി റൈസ് ഒരു പ്രൂവൺ റൈസ് ആണ് ഇന്റർനാഷണലി. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ലോങ്ങസ്റ്റ് ഗ്രെയിൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വിദേശത്ത്, അതായത് ഗൾഫ് കൺട്രീസിലൊക്കെ വളരെ പോപ്പുലർ ആണ്. വേൾഡ്സ് ലോങ്ങസ്റ്റ് ഗ്രെയിൻ റൈസ്. വേൾഡ്സ് ലോങ്ങസ്റ്റ് ഗ്രീൻ ആണ് ഈ റൈസ്, ലോങ് റൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫിറ ബസ്മതി റൈസ് വെച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു റൗണ്ടിലെ ബിരിയാണികൾ തയ്യാറാക്കാം. അപ്പോൾ ചോയ്സ് ഇസ് യോഴ്സ്. കേരളത്തെ മാത്രം ടച്ച് ചെയ്യേണ്ട. കാര്യം നമ്മൾ 24, അതെ സത്യം, 24 ബിരിയാണിയാണ് കഴിച്ചത്. ഉണ്ടാക്കിയത് നിങ്ങൾ ഓരോന്നേ ഉണ്ടാക്കിയുള്ളൂ, പക്ഷേ ഞങ്ങളെല്ലാം കഴിച്ചില്ലേ. 24 ബിരിയാണി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ വളരെ സന്തോഷമുണ്ട്. ഒരു ബിരിയാണി പോലും നമുക്ക് മോശമായിട്ട് പറയാനില്ല. എല്ലാം നമ്മുടെ വയറിന് സൂത്തിങ് ആയിരുന്നു. സന്തോഷം തന്ന കാഴ്ചകളും ഒരു രുചിയും തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ സമയം കൂടെ പറയണം. യെസ്, അതൊരു കാര്യം ഞങ്ങൾക്ക് വളരെ ഇൻസിസ്റ്റ് ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യം സമയമൊക്കെ കുറേ പേര് തെറ്റിച്ചു. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞു, 2.5-3 വരെ പോയ ആൾക്കാരുണ്ട്. പക്ഷേ ഇറ്റ്സ് വെരി ടഫ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. ഒരു ഡിസ്ക്വാളിഫയിങ് ഫാക്ടറായിട്ട് തന്നെ നമ്മൾ വിചാരിക്കുകയാണ്. 1.5 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് തരാനില്ല ഈ റൗണ്ടിൽ. ആൻഡ് 1.5 hours കംപ്ലീറ്റ് ചെയ്യണം. 1.5 നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. 1.25 മണിക്കൂറാകുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ബീപ്പ് വരും. 1.5 മണിക്കൂറാകുമ്പോൾ ഫൈനൽ ബെല്ലടിക്കും. അപ്പം നിങ്ങൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നോ ആ സ്റ്റേജിലൊക്കെ നിർത്തുക. അപ്പോൾ അത് ആ ഒരു പാറ്റേണിൽ പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൂടുതൽ ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. 4 പേരായിട്ടുള്ള അടുത്ത മത്സരം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോടും കൂടി പറയാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡോടുകൂടി നമ്മുടെ പ്രിലിമിനറി റൗണ്ട്സ് അവസാനിക്കുന്നു. ക്വാർട്ടേഴ്സിലേക്ക് കയറിയ മത്സരാർത്ഥികളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് ക്വാർട്ടേഴ്സിൽ അവർ ഉണ്ടാക്കാൻ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ